ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴം ഉപയോഗിച്ചൊരു അടിപൊളി 4 മണി പലഹാരമായിട്ടാണ്. അതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നോക്കാം എങ്ങനെയാണെന്ന്. ഇതിന് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 5 നേന്ത്രക്കായ്, നല്ലോണം പഴുത്തിട്ടില്ലെങ്കിലും ഏകദേശം പഴുത്ത 5 നേന്ത്രപ്പഴം. അത് ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു 4 സ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അതുപോലെ അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് മൈദമാവും 1 കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. 1 കപ്പ് മൈദയും 1 കപ്പ് ഗോതമ്പ് മാവും കൂടെ രണ്ടും കൂടെ നമ്മൾ അടിച്ചെടുത്ത പഴത്തിലേക്ക് മിക്സ് ചെയ്തെടുക്കുക. ശകലം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 4 ഏലക്കായും കൂടെ പൊടിച്ചതും കൂടെ നമുക്ക് ഇട്ട് ഇതിൽ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചത് ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതാണോ നല്ലത് അത് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മളതിനൊരു ബോൾ ആക്കി നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്നും ബോളുകളാക്കി ഇതിലേക്ക് എടുത്തിടുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഉരുളകളാക്കി ശകല എണ്ണ കയ്യിൽ തൊട്ടതിന് ശേഷം അങ്ങനെ ഉരുളകളാക്കി നമ്മൾ ഈ എണ്ണയിലേക്ക് ഇട്ട് അതുപോലെ ഈ ബോൾ പോലെയാക്കി എടുക്കുന്നതാണ്. കണ്ടില്ലേ, സൂപ്പറായി വന്നിട്ടുണ്ട്. നോക്കൂ, അധികം ചിലവില്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ഗോതമ്പ് മാവും മൈദ മാവും ഉപയോഗിച്ച് ഒരു 4 നേന്ത്രക്കായും കൂടെ ഉപയോഗിച്ചാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളി 4 മണി പലഹാരമാണ്. കുഞ്ഞുങ്ങൾക്കെല്ലാവർക്കും നല്ല ഇഷ്ടമാവുകയും ചെയ്യും. ഇതിൽ വീട്ടിൽ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കണ്ടില്ലേ, നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. നേന്ത്രക്കായ് ഉപയോഗിച്ച് ചെറിയ രീതിയിൽ ചെയ്തെടുക്കാവുന്ന ഒരു 4 മണി പലഹാരമാണ്. നോക്കൂ, സൂപ്പറായിട്ടുണ്ട്. ഇത് തന്നെ വീട്ടിലെല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. കണ്ടില്ലേ, ഇതാ സൂപ്പറായി. നോക്കൂ, ട്രൈ ചെയ്തതിന് ശേഷം നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം കൊടുക്കാം. ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. Thank you.